സർ, ഈ ഖത്തറിലെ ദോഹയിൽ കഴിഞ്ഞ ദിവസം ഇസ്രയേൽ ഒരു ആക്രമണം നടത്തി. അവിടെ 4 പേരെ ലക്ഷ്യമിട്ടാണ് ഇസ്രയേൽ ആ ആക്രമണം നടത്തിയത്. അതിലൊരാൾ നമ്മുടെ മലപ്പുറത്ത് നടന്ന ഒരു പരിപാടിയിൽ പ്രസംഗിച്ച ആളാണ് ഖാലിദ് മഷാൽ. ഈ ഖാലിദ് മഷാൽ വധിക്കപ്പെട്ടു എന്ന് വാർത്തകൾ വരുന്നുണ്ട്. പക്ഷെ അതിന് സ്ഥിരീകരണമൊന്നും ലഭിച്ചിട്ടില്ല. ഈ മലപ്പുറത്ത് ഓൺലൈനായിട്ടാണ് ഈ ഹമാസ് നേതാവ് പരിപാടിയിൽ പങ്കെടുത്തത്. ഇനിയിപ്പോൾ മലപ്പുറത്ത് ഹർത്താൽ വല്ലതും പ്രഖ്യാപിക്കുമോ എനിക്കറിയില്ല, അതുകൊണ്ട് ചോദിച്ചതാണ്. ഈ ഖാലിദ് മഷാലുമായി ബന്ധപ്പെട്ട് മലപ്പുറത്ത് ദുഃഖസൂചകമായിട്ടൊരു ഹർത്താൽ പ്രഖ്യാപിക്കാനുള്ള സാഹചര്യമുണ്ടോ? അല്ല, ദുഃഖമല്ലല്ലോ, പ്രതിഷേധമായിട്ട്, കൊന്നതിന് പ്രതികാരമായിട്ടും പ്രതിഷേധമായിട്ടുമുള്ള ഒരു തരത്തിലുള്ള നടപടികളാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ഇത് അറിഞ്ഞു വരുന്നതേ ഉള്ളൂ ലോകം. ഇത് പ്രിസിഷൻ മേക്കിംഗ് ആയിട്ടുള്ള മിസൈൽസ് ഉപയോഗിച്ചുകൊണ്ട് യോർദാൻ്റെയും സൗദി അറേബ്യയുടെയും ഒരുപക്ഷെ ഖത്തറിൻ്റെയും അറിവോടുകൂടി നടത്തിയ ഒരു ഓപ്പറേഷനാണ്. കാരണം ഖത്തറുകാർക്കും ഇവരെ കൊണ്ട് സഹിക്കാൻ വയ്യാതായിരിക്കുന്നു. ആ രാജ്യങ്ങൾക്ക് വേണ്ടത് എണ്ണപ്പണം കൊണ്ടുള്ള വികസനത്തിൻ്റെ പൂക്കൾ ആ മരുഭൂമിയിൽ വിരിയിക്കുക എന്നുള്ളതാണ്, അല്ല ചോരത്തുള്ളികൾ അവിടെ പരത്തുക എന്നുള്ളതല്ല ഇവരുടെ ലക്ഷ്യം. അതായത് ഹമാസിൻ്റെ ലക്ഷ്യം ചോരത്തുള്ളികൾ, നിത്യമായും അത് തുള്ളികൾ പല തുള്ളിയാണല്ലോ പെരുവെള്ളമാക്കുന്നത്. ആ മരുഭൂമിയിലൂടെ ചോരയുടെ നദികൾ ഒഴുക്കുക, ചെന്നായ്ക്കളുടെ രക്തദാഹത്തോടു കൂടി അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് പശ്ചിമേഷ്യയിൽ അവർ നടക്കുന്നത്. നോക്കൂ, അറേബ്യൻ രാജ്യങ്ങളിൽ എന്തെല്ലാം എണ്ണ വ്യവസായങ്ങളാണ്, റിഫൈനറികളാണ്, അവയോടനുബന്ധിച്ചുള്ള എത്ര വ്യവസായങ്ങളാണ്, തൊഴിൽശാലകളാണ് തുറന്നിരിക്കുന്നത്. അവയുടെ സഹായത്തോടു കൂടിയാണ് ഇന്ത്യക്കാർക്കും അവിടെ പണി കിട്ടിപ്പോരുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള വ്യവസായ ഉന്മുഖമായിട്ടുള്ള, വികസന ഉന്മുഖമായിട്ടുള്ള ചിന്ത അവർ നടത്തുമ്പോൾ ഇവർ അവിടെ ഇരുന്ന് പണി നടത്തിക്കൊണ്ട് എങ്ങനെ ഇസ്രായേലികളെ കൊല്ലാം, ബിരിയാണി വെച്ച് കഴിക്കാം എന്നുള്ളത് ആസൂത്രണം ചെയ്യുകയാണ്. പക്ഷേ അവരോട് വെറുത്തൊന്നും പറയാനും കഴിയില്ല. കാരണം അവരുടെ ഐഡിയോളജിക്കൽ കോറുമായിട്ട് ചേർന്ന് പോകുന്ന ഒന്നാണ് ഇവരുടെ അമ്മ ദൈവം എന്ന് പറയുന്നത്, മദർ റിലിജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു സെമിറ്റിക് മതം എന്നുള്ള നിലയിൽ, ഇബ്രാഹിമിക് മതം എന്നുള്ള നിലയിൽ അതിൽ നിന്ന് പിൻവാങ്ങാനും പറ്റാത്ത, നായര് പിടിച്ച പുലുവാൻ നമ്മൾ കേട്ടിട്ടില്ലേ, അല്ലെങ്കിൽ മധുരിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ടിറക്കാനും വയ്യാത്ത അത്തരം ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ ഇതിൽ നിന്നൊരു മോചനമായിട്ടാണ് ഇസ്രായേലിൻ്റെ വളരെ പെട്ടെന്നുള്ള അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള, അപ്രതീക്ഷിതമായിട്ടുള്ള ആ മിസൈൽ അറ്റാക്ക് യോർദാന് അതുപോലെ സൗദി അറേബ്യ കടന്ന് 1000 കിലോമീറ്ററുകളോളം സഞ്ചരിച്ചാണ് ഇവിടെ ഈ ശരിക്കും അത് ദോഹയല്ല, ദോഹയ്ക്ക് അടുത്തുള്ള കാതറീന എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. കതാരിയ വേറെ, അതൊരു ഇംഗ്ലീഷ് പേരാണ്. കതാരിയ എന്ന് പറയുന്ന സ്ഥലത്താണ് പെട്രോൾ പമ്പും ഉണ്ടായിരുന്നു, കെട്ടിടത്തിന് താഴെ. അതൊക്കെ കത്തി ഇതിനകത്ത് 6 പേര് മരിച്ചു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഈ 6 പേരിൽ ഒരാൾ ഖത്തർകാരനാണ്, അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരൻ. മറ്റ്5 പേരും ഇസ്രായേലിനെ എങ്ങനെ വധശിക്ഷയ്ക്ക് വിധിക്കണമെന്ന് അവിടെ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ശരീഅത്ത് കോടതിയാണ്. അവരെയൊക്കെ നേരെയാണ്. അതിൽ പ്രധാനിയാണ് ഈ ഖാലിദ് മഷാൽ എന്നാണ് കേൾക്കുന്നത്. അതാണ് ഈ ഹമാസ് നേതാവിനെ എങ്ങനെ കേരളത്തിൽ വെർച്വലായിട്ട് പ്രസംഗിക്കാൻ സാധിച്ചു എന്നാണ് നമുക്ക് ഇവിടെ ഉയരുന്ന ഒരു ചോദ്യം. ഇയാളിപ്പോ സംഭവം ഇയാള് വധിക്കപ്പെട്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയില്ല, സ്ഥിരീകരണമൊന്നും വന്നിട്ടില്ല. ഇസ്രായേൽ ഇത് സംബന്ധിച്ചൊന്നും പുറത്തു വിട്ടിട്ടില്ല, ഖത്തർ ഒന്നും പറയുന്നില്ല. ഹമാസ് ഇങ്ങനെ ആക്രമിക്കപ്പെട്ടു എന്നുള്ളതല്ലാതെ പലസ്തീൻ്റെയും ഒരു ഔദ്യോഗികമായ വിശദീകരണം വന്നിട്ടില്ല ഇതുവരെ. പക്ഷെ ഈ പറഞ്ഞ അവരെ ലക്ഷ്യമിട്ട 4 പേരെയും തീർത്തു എന്നാണ് അനൗദ്യോഗികമായി ലഭിക്കുന്ന വിവരം. നമുക്ക് ഇസ്രായേലിന്റെ പ്രിസൈസ് ആയിട്ടുള്ള മിസൈൽ പോലെ നേരെ ഡീവിയേറ്റ് ചെയ്താൽ അങ്ങോട്ടൊക്കെ പോവാം. നേരെ അങ്ങ് ഖത്തറിൽ നമ്മൾ പോകുന്നു, ദോഹയിലേക്ക് പോകുന്നു. ദോഹയിൽ നിന്ന് നിമിഷങ്ങൾ മതി ഇതിന്. കതാരിയ, കാരണം സൂപ്പർസോണിക് വേഗങ്ങളാണ്. കതാരിയയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നത് നമ്മൾ അറിയുന്നു. അവർ ലക്ഷ്യം വെച്ചിരുന്ന പ്രധാനമായിട്ടും ഇപ്പോഴത്തെ കമാൻഡർ ഇൻ ചാർജ് ആയിട്ടുള്ള ഖലീൽ അൽ ഹയ്യ എന്ന നേതാവിനെയാണ്. പക്ഷേ അദ്ദേഹത്തിനെ കൊല്ലാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഇസ്രായേലും പറഞ്ഞിട്ടില്ല. പക്ഷേ അൽ ജസീറ പറയുന്നു അദ്ദേഹം സുരക്ഷിതനാണ്. ഖത്തർ പറയുന്നു ഖത്തറിലെ അമീർ പറയുന്നു അദ്ദേഹം സുരക്ഷിതനാണ്.
പക്ഷെ ഒരു കാര്യം ഇവർ രണ്ടുപേരും സമ്മതിക്കുന്നുണ്ട്, നിഷേധിക്കുന്നില്ല. അതായത് അദ്ദേഹത്തിൻ്റെ പുത്രനായിട്ടുള്ള ഹമ്മാമും എന്ന് പറയുന്ന ആൾ ഇവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് സ്പഷ്ടമായിട്ട് സമ്മതിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഈ ഹമാസിൻ്റെ നേതാക്കളായിട്ടുള്ള അടുത്ത കമാൻഡർമാരാകാൻ സാധ്യതയുള്ള ഖലീൽ അൽ ഹയ്യ, സാഹർ ജബറീൻ, മുഹമ്മദ് ദർവീഷ്, അതുപോലെ ഖാലിദ് മഷാൽ. ഖാലിദ് മഷാൽ ആ പേര് കേട്ടിട്ടുണ്ടോ? കേരളീയർക്കും സുപരിചിതമാണ്. മുസ്ലിം ലീഗിന് ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ആണ് മലപ്പുറത്ത് പരിപാടി സംഘടിപ്പിച്ചത്. അതിലാണ് ഇയാൾ വന്ന് സംസാരിച്ചത്. അപ്പൊ അന്ന് ഇതിനെതിരെ BJPയുടെ നേതാവ്, അന്ന് സംസ്ഥാന പ്രസിഡന്റായിരുന്ന കെ സുരേന്ദ്രൻ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. അപ്പൊ ഇവരതിനെ ന്യായീകരിച്ചത് ഹമാസിനെ ഇന്ത്യയിൽ നിരോധിച്ചിട്ടില്ല, ഭീകര സംഘടനയായിട്ട് ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. ഈ ഹമാസും നമ്മളുമായിട്ട് നേരിട്ട് ഒരു ബന്ധവുമില്ല, പിന്നെ നമ്മൾ എന്തിനാണ് അവരെ പ്രഖ്യാപിക്കുന്നത് എന്നുള്ള ചോദ്യം വേറെ. തെറ്റായ മെസ്സേജ്. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടത്തുമ്പോൾ നമ്മൾ നിഷ്പക്ഷമായിട്ടുള്ള ഒരു നിലപാട്. ഇപ്പൊ നോക്കൂ, അങ്ങനെയാണെങ്കിൽ സോവിയറ്റ് യൂണിയന്റെ ആളിനെ കൊണ്ടുവന്നു യുക്രൈനെതിരായിട്ട് എന്താ പ്രസംഗിക്കാത്തത്? ഐഡിയോളജിക്കലി CPM-ന് വളരെയധികം ബാധ്യതയും സാധ്യതയും ഉള്ളതെന്നാണല്ലോ സോവിയറ്റ് യൂണിയൻ. എന്തുകൊണ്ട് പ്രസംഗിപ്പിക്കുന്നില്ല? അതുപോലെ തന്നെ CPM ആണ് കേരളം ഭരിക്കുന്നത്, ആഭ്യന്തര വകുപ്പ് അവരുടേതാണ്. അവരിതിനെ സപ്പോർട്ട് ചെയ്യുകയും ഇതിൽ പങ്കെടുക്കുകയും ചെയ്തവരാണ്. റഷ്യയിൽ നിന്ന് മുസ്ലിം ലീഗ് പങ്കെടുത്തതാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ചൈനയും ഇന്ത്യയുമായിട്ട് ഒരു യുദ്ധം നടക്കുമ്പോൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നമ്മൾ ഇന്ത്യയിൽ ഇപ്പോൾ ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈന CPC അതിനെ നമ്മൾ നിരോധിച്ചിട്ടില്ലല്ലോ. ചൈനയുടെ ഒരു പ്രതിനിധിയെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം 1962 നടക്കുമ്പോൾ എന്തുകൊണ്ട് സഖാക്കളെ നിങ്ങൾ ചൈനയിൽ നിന്നൊരു പ്രതിനിധിയെ ഇതുപോലെ ഓൺലൈനായിട്ടോ, അന്ന് ഓൺലൈനില്ല സമ്പ്രദായം, ഓഫ്ലൈനായിട്ട് കൊണ്ടുവന്ന് എന്തുകൊണ്ട് പ്രസംഗിപ്പിച്ചുകൂടായിരുന്നു? എന്താ ചെയ്യാത്തത്? ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ലാത്തതിനെല്ലാം നിങ്ങൾ വിളിച്ചുകൊണ്ട് വരൂ. രാഷ്ട്രങ്ങൾ തമ്മിലൊരു മര്യാദയുണ്ട്. ആ മര്യാദ പാലിക്കാൻ എല്ലാ പൗരന്മാരും ബാധ്യതയാണ്. നമുക്ക് മൗലികമായിട്ടുള്ള നയതന്ത്ര മര്യാദകളുണ്ട്. അതെ, തന്നെയല്ല, നമുക്ക് നയതന്ത്രം മാത്രമല്ലല്ലോ, ഭരണഘടനാപരമായിട്ടുള്ള മൗലികമായിട്ടുള്ള അവകാശങ്ങൾക്കൊപ്പം നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ അത് വേണം, അതുണ്ടാവണം. അതുണ്ടായില്ല ഇക്കാര്യത്തിൽ പാലിക്കണം. നമ്മൾ മര്യാദകൾ പാലിക്കണം. ഈ ഒരു യോഗം നോക്കൂ, നമ്മുടെ തമിഴ്നാട്ടിലെ ഒരു സ്ഥലമുണ്ടല്ലോ, ധർമ്മസ്ഥലി, അവിടെ നടന്ന കൊലപാതകങ്ങൾ ഫേക്കായിട്ട് മുനാഫ് എന്ന് പറയുന്ന ആളുണ്ടാക്കിയ വാർത്തകൾ ഏതൊക്കെ പത്രങ്ങളിലാണ് വന്നത്? അൽ ജസീറയിൽ വരുന്നു, ഇവിടുത്തെ ചാനലുകൾ മുഴുവനും അതിനപ്പുറം മാധ്യമങ്ങളിൽ വന്നു, രാജ്യാന്തര മാധ്യമങ്ങളിൽ വന്നു. അതാ പറഞ്ഞത്, ദ ഡോൺ. ഇതുവരെ വളരെ ക്രെഡിബിലിറ്റിയുള്ള ഒരു മാധ്യമമൊന്നും നമ്മൾ കരുതിയിരുന്ന ദ ഡോൺ, അൽ ജസീറ, ഇതിലൊക്കെ വന്നു. ഇവരൊക്കെ പറയുന്നത് സത്യമാണെന്ന് വിശ്വസിച്ച് ഇരുന്ന നമ്മൾ വിഡ്ഢികളാവുകയാണ് ചെയ്തത്. അപ്പോൾ അതിലൊക്കെ വരുന്നത് ഇതുപോലെ വ്യാജ വാർത്തകൾ, അല്ലെങ്കിൽ തന്തയില്ലാത്ത പിതൃശൂന്യമായിട്ടുള്ള വാർത്തകളാണെന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ആ രീതിയിലാണ് അതിനകത്ത് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ ഈ വിഷയത്തിൽ ഈ ഖാലിദ് മഷാലിനെ ഈ പറഞ്ഞതുപോലെ വെർച്വലായിട്ട് പ്രസംഗിപ്പിച്ച ഈ സംഭവം നടന്ന കേരളത്തിൽ, മലപ്പുറത്ത് ഈ പറഞ്ഞ പോലെ ഒരു ആക്രമണം, ദോഹയിലുണ്ടായ ആക്രമണത്തിന്റെ ഒരു പ്രതിഫലനം എങ്ങനെയായിരിക്കും? അവർക്ക് സഹിക്കാൻ സാധിക്കും? ഒന്നും സംഭവിക്കില്ല. ഇനി അവരുടെ ലക്ഷ്യം സാധിച്ച് ഇസ്രായേൽ പോയി. ഓപ്പറേഷൻ സിന്ദൂറിന്റെ 1ാം ഘട്ടം പോലെ തീർന്നു. പിന്നെ ഇനി ഒരു കുഴപ്പവും പാകിസ്ഥാനെ പോലെ അല്ല ഖത്തർ. അല്ല സാർ, ഇവരുടെ മക്കളും ചെറുമക്കളും ഒക്കെ ദോഹയിൽ സുഖിച്ചു കഴിയുകയാണ്. ഈ ഗാസയിലെ ഈ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിച്ച് ഇരവാദം മുഴക്കി ലോകം മുഴുവനും ഓടി നടന്ന് പിരിക്കുന്ന ഒരു വിഭാഗമാണ്. പിരിവ് എടുത്ത് അതുകൊണ്ട് ഈ ബിസിനസ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് സുഖിച്ച് ജീവിക്കുന്ന, ഖത്തറിൽ ഒളിച്ച് സുഖിച്ച് ജീവിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് ഇവരൊക്കെ. ഞാനൊരു കാര്യം പറയാം, ഖത്തറും ഫണ്ട് കൊടുത്തിരുന്നു. ഹമാസിന്റെ ഫണ്ട് മുഴുവൻ ഖത്തറിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അൽ ജസീറയ്ക്ക് ആസ്ഥാനം കൊടുത്തത് ഖത്തറാണ്. അതിന്റെ പേരിൽ സൗദി അറേബ്യയും UAEയും ഒക്കെ ഖത്തറുമായിട്ട് ഇടഞ്ഞു, നയതന്ത്ര ബന്ധം വിച്ഛേദിച്ചിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ ഖത്തറിനും മനസ്സിലാവും, ഇനി ഇവരെ വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ വിഷപ്പാമ്പിന് പാല് കൊടുക്കുന്നത് പോലെയാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഫലമാണ് അവരുടെ കണ്ണൈവൻസോടുകൂടി ആക്രമണം നടന്നത്. ഇനി അവരെയൊന്നും പ്രോത്സാഹിപ്പിക്കാൻ പോകുന്നില്ല. ഫണ്ടില്ലെങ്കിൽ കരയ്ക്ക് പിടിച്ചിട്ട മീനിനെ പോലെ ആവും ഇവരെ എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ രീതിയിലേക്ക് ഇത് പോകും. തൽക്കാലം അതങ്ങ് സംഭവിക്കുന്നത് നമുക്കറിയാം. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അല്ലാതെ ഈ മലപ്പുറത്ത് ഇത് ഉയർപ്പിച്ചുകൊണ്ടൊന്നും അതിനൊന്നും സംഭവിക്കാം. മലപ്പുറത്ത് കുറച്ച് പേര് നെഞ്ചത്തടിയും ഞാൻ ഒരൊറ്റ വാക്യം കൂടി പറഞ്ഞുകൊണ്ട് ഇത് നമുക്ക് അവസാനിപ്പിക്കാവുന്നു. അതായത് അവർ ഞങ്ങളെ അത്താഴമാക്കുന്നതിന് മുമ്പ് ഞങ്ങൾ അവരെ ഉച്ചഭക്ഷണമാക്കും. ഇതാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്. ഇസ്രായേൽ ഇതിപ്പോൾ ചെയ്തില്ലെങ്കിൽ നാളെ ഇസ്രായേലുകാരെ ബിരിയാണി വെച്ച് അവർ കഴിക്കും.
അതാണ് സംഭവിക്കാൻ പോകുന്നത്. അത് ഒഴിവാക്കാൻ വേണ്ടി നടന്ന ഒരു പ്രീ എംപ്റ്റീവ് ഓപ്പറേഷൻ. നല്ല പ്രയോഗം. അവർ ഞങ്ങളെ അത്താഴം രാത്രി ഭക്ഷണമാണല്ലോ. ഞാൻ പറഞ്ഞ ബെഞ്ചമിൻ നെതന്യാഹു അത്താഴം ആക്കുന്നതിന് മുമ്പേ ഞങ്ങൾ അവരെ ഉച്ചഭക്ഷണമാക്കി. അതെ. അപ്പം അതാണ് അതിൻ്റെ ഒരു അടിസ്ഥാനം. അപ്പോൾ അത് ഒരു കാര്യം കൂടെ ഞാൻ പറയാം. കാരണം നമ്മൾ ഒരുമിച്ച് സയനിസ്റ്റുകളെ പരാജയപ്പെടുത്തും. അൽ അക്സ പള്ളിക്ക് വേണ്ടി പോരാടുന്ന ഗസയ്ക്കായി നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കും. ഇസ്രായേൽ നമ്മുടെ താമസക്കാരോട് പ്രതികാരം ചെയ്യുകയാണ്. വീടുകൾ തകർക്കപ്പെടുന്നു. ഗസയുടെ പകുതിയിലധികം അവർ നശിപ്പിച്ചു. അവർ പള്ളികൾ, ക്ഷേത്രങ്ങൾ, സർവകലാശാലകൾ, ഐക്യരാഷ്ട്രസഭയുടെ സ്ഥാപനങ്ങൾ പോലും നശിപ്പിക്കുകയാണ്. ഓർമ്മയുണ്ടോ ഈ വാക്കുകൾ? ഖാലിദ് മഷാൽ ഓൺലൈനായിട്ട് മലപ്പുറത്ത് നടത്തിയ പ്രഭാഷണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.